ഒരു വളരെ സിമ്പിളായിട്ടൊരു കറിയാണ് ചെയ്യുന്നത്. ലൂബിക്കായിട്ട് മോര് കറി. കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നനത്തതിന് ശേഷം ഈ ലൂബിക്ക ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റ് ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ കിടന്നാൽ മതി. ഒരു അരിപ്പയ്ക്കകത്തേക്ക് എടുത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പുളി കുറവുള്ള തൈര് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം ഇതേപോലെ നമുക്കറിയാമല്ലോ തൈരൊന്ന് ഉടച്ചെടുക്കുക എന്നുള്ളത്. ഇത് നമുക്ക് അടുപ്പ് ഒന്നുകൊടുന്ന് കത്തി. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ഉരുളിയാണ്. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരല്പം കടുക് കൊണ്ടിട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉലുവ, പാതി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇനി നമുക്ക് ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 2-3 വറ്റൽമുളകും അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് ഇടുക. 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ പൊടികൾ ഇട്ട ശേഷം ഇതിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി. തൈരിനോട് കണക്ക് കൂട്ടി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. തിള വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നിർത്തി കൊടുക്കുക. ഇനി ഈ തൈര് ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ലോലോലിക്ക അല്ലെങ്കിൽ ലൂബിക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ളൊരു കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഒരു സിമ്പിൾ കറി.